ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പാപനിവാരണനേ, എൻ പാപഭാരങ്ങളകറ്റിയോനേ. പാപനിവാരണനേ, എൻ പാപഭാരങ്ങളകറ്റിയോനേ. വിധി തന്നിടമവനഖിലവുമെൻ പാപ മാലിന്യം കഴുകിടുവാൻ പുണ്യജീവനെ താതൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തേ. പുണ്യജീവനെ താതൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തേ. പാപനിവാരണനേ, എൻ പാപഭാരങ്ങളകറ്റിയോനേ. വീണ്ടെടുപ്പേകിയല്ലോ എൻ ദേഹദേഹിയിൽ ആത്മാവിലും. വീണ്ടെടുപ്പേകിയല്ലോ എൻ ദേഹദേഹിയിൽ ആത്മാവിലും. ആത്മാവിനച്ചാരമവകാശമായി തന്ന മഹത്വത്തിൻ രാജരാജാ. വീണ്ടെടുപ്പു നാളോ വിദൂരമല്ലരനൊടിയിടയിൽ വരാം. വീണ്ടെടുപ്പു നാളോ വിദൂരമല്ലരനൊടിയിടയിൽ വരാം. പാപനിവാരണനേ, എൻ പാപഭാരങ്ങളകറ്റിയോനേ. വാഗ്ദത്തം ശേഷിക്കുന്നേ, വീണ്ടും വന്നിടാമെന്നുരച്ച. വാഗ്ദത്തം ശേഷിക്കുന്നേ, വീണ്ടും വന്നിടാമെന്നുരച്ച. വരവിൽ ഞാൻ ആർപ്പോട് നൃത്തം ചെയ്യും നവീതാനന്ദ സന്തോഷത്താ. കാത്തു പാർത്തിടുന്നാഗമമെന്നെ സ്വാഗതം ചെയ്തിടാനാ. കാത്തു പാർത്തിടുന്നാഗമമെന്നെ
അത്ഭുതമുളവാക്കിടും. കാഹളനാദമെന്നിൽ ക്ഷണമത്ഭുതമുളവാക്കിടും. യാതൊന്നോടു ഭവിപ്പാൻ കഴിയാത്ത വിൺപുരം അതിലേറ്റം പ്രജ്വലമാ കാന്തി മിന്നി വിളങ്ങിടും മുഖം ചുംബനം ചെയ്തിടാറാ. കാന്തി മിന്നി വിളങ്ങിടും മുഖം ചുംബനം ചെയ്തിടാറാ. പാപനിവാരണനേ എൻ പാപഭാരങ്ങളകറ്റിയോനേ. ചങ്കിലെ രക്തമെന്നേ ശുദ്ധി ചെയ്തിടും മാട്ടമെന്നേ. ചങ്കിലെ രക്തമെന്നേ ശുദ്ധി ചെയ്തിടും മാട്ടമെന്നേ. തേജസ്സിന്റെ തേജസ്സേറി നിത്യയുഗം തേജസ്കരിച്ചിടുമേ. അന്നു ഞാൻ എന്റെ വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയനുഭവിക്കും. അന്നു ഞാൻ എന്റെ വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയനുഭവിക്കും. പാപനിവാരണനേ എൻ പാപഭാരങ്ങളകറ്റിയോനേ. പാപനിവാരണനേ എൻ പാപഭാരങ്ങളകറ്റിയോനേ. വിട്ടി തന്നിടമവനഖിലവുമെൻ പാപ മാലിന്യം കഴുകിടുവാൻ. പുണ്യജീവനെ താതൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തേ. പുണ്യജീവനെ താതൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തേ. പാപനിവാരണനേ എൻ പാപഭാരങ്ങളകറ്റിയോനേ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ അരികിൽ ഒരിക്കൽ കൂടി ഇരിക്കുവാൻ നമുക്ക് കർത്താവ് അവസരം തന്നു. നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. വിശ്വാസം എന്നതിന് ഒരു ഡെഫിനിഷൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് എന്താണ് വിശ്വാസം എന്ന്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ കണ്ണ് കണ്ടതോ അല്ലെങ്കിൽ നമുക്ക് തൊടാൻ പാകത്തിനുള്ളതോ ഒന്നുമല്ല എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, നാം പ്രത്യാശിക്കുന്നത് അല്ലെങ്കിൽ വരുമെന്ന് നാളെയിലേക്ക് നാം കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ആശ വെച്ചിരിക്കുന്നു. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. മറ്റൊന്ന് കാണാത്ത കാര്യങ്ങളുടെ, കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ രണ്ടും വരാനിരിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനോ ഐഹിക നേത്രത്തിന് കാണുവാനോ നമ്മുടെ കൈകൊണ്ട് സ്പർശിച്ചു നോക്കാനോ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ദൈവമക്കളെ, അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അനേക പഴയ വിശ്വാസികളായവരുടെ പട്ടികയാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവരുടെ ഓരോ കാര്യങ്ങളും തുടങ്ങുമ്പോൾ തന്നെ എല്ലാം വിശ്വാസത്താലാണ് അവർ ചെയ്തത് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ ബലം കൊണ്ടോ അവരുടെ കഴിവുകൊണ്ടോ ലോകപ്രകാരമുള്ള എന്തെങ്കിലും ജ്ഞാനം കൊണ്ടോ ഒന്നുമല്ല.
ഓരോ ദൈവമക്കളെ കുറിച്ചും പറയുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവർ വിശ്വാസത്താലാണ് ഇതെല്ലാം പ്രവർത്തിച്ചത് എന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഈ തിരുവചനം നാം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്നും നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നാം ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ നാം കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, പിന്നെയോ വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെല്ലാം വിശ്വാസമുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മനുഷ്യനെന്ന് ഈ ആധുനിക യുഗത്തില് പലതിലും വിശ്വാസമുള്ളവരുണ്ട്. ശാസ്ത്രത്തിൽ വിശ്വാസമുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില പള്ളികൾക്ക് പ്രത്യേക വിശ്വാസമുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്നവരുണ്ട്. നേർച്ചകളിലും കാഴ്ചകളിലും വിശ്വസിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരവരെ നിൽക്കുന്ന ആ സഭയാണ് ഏറ്റവും വലിയ സത്യമെന്നോർത്ത് അതിൽ വിശ്വസിക്കുന്നവരുണ്ട്. ദൈവമക്കളെ, എന്നാൽ തിരുവചനം നാം പഠിക്കുമ്പോഴാണ് എന്താണ് നാം വിശ്വസിക്കേണ്ടത്, ഏതാണ് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒറ്റ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മാവിന്റെ രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. എന്ത്? പാപിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം കൊണ്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടെന്നും എൻ്റെ പാപങ്ങൾക്ക് മോചനമുണ്ടെന്നും അവിടുന്ന് കുരിശിൽ ചിന്തിയ ആ കുറ്റമില്ലാത്ത രക്തം കൊണ്ട് എന്നെ കഴുകിയിട്ടുണ്ടെന്നുള്ള ആ ഒരു ഉറപ്പും വിശ്വാസവും നമുക്കുണ്ടെങ്കിലേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താലുള്ള കഴുകലും യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്താലുള്ള വീണ്ടെടുപ്പും, പ്രിയപ്പെട്ടവരെ, എൻ്റെ പാപമെല്ലാം ക്ഷമിച്ചു കിട്ടിയെന്നുള്ള ആ ഉറപ്പുമുണ്ടെങ്കിൽ ദൈവമക്കളെ എന്തിനാ നിരാശപ്പെടുന്നത്, എന്തിനാ ഭാരപ്പെടുന്നത്? ദൈവമക്കളെ, കോടാനുകോടികളുള്ള ഈ ലോകത്ത് എത്ര പേർക്ക് ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, എത്ര പേർക്ക് കർത്താവ് തന്ന സമാധാനം കിട്ടിയിട്ടുണ്ട്. ദൈവമക്കളെ, മനുഷ്യനെന്ന് നിരാശപ്പെട്ടുകൊണ്ട് എന്തിനു വേണ്ടി? അവൻ ഈ ലോകത്തിൽ ഇല്ലാത്തതും എനിക്കില്ലാത്തതും എനിക്ക് കയ്യെത്തി പിടിക്കാൻ കഴിയാത്തതുമായ അനേക കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് ലാക്കുവെച്ച് ജീവിക്കുന്നതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കാൻ കഴിയും. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ ജീവിതം നമുക്ക് കഴിക്കാൻ കഴിയണം. പ്രിയപ്പെട്ട, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവമക്കളെ, നമുക്ക് വിശ്വാസം കിട്ടിയിട്ടുണ്ടോ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. മറ്റെന്തെല്ലാം വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആത്മാവിന്റെ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ സ്തോത്രം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ, ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് പ്രവൃത്തികളും കാരണമല്ല. ദൈവത്തിന്റെ സ്തോത്രം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവമക്കളെ, അതിന് മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും കാരണമല്ല. എങ്കിൽ മനുഷ്യൻ പ്രശംസിച്ചേനെ, എൻ്റെ പ്രവൃത്തി കൊണ്ടാണ്, എൻ്റെ നേർച്ച കൊണ്ടാണ്, എൻ്റെ തീർത്ഥാടനം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അത് തീർത്തും കൃപയാണെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവമക്കളെ, ഇന്ന് അനേകർക്ക് മനസ്സിലാകാത്ത വലിയൊരു മർമ്മമാണ് എന്ത്? ഈ കൃപയാലുള്ള രക്ഷ, സൗജന്യമായ രക്ഷ. അത് അനേകർക്കൊന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചിന്തിക്കാറുണ്ട്, നമുക്കൊരു മാനസാന്തരം കൃപയാൽ കിട്ടി. നമുക്ക് എന്തെങ്കിലും അഹങ്കരിക്കാനുണ്ടോ ദൈവമക്കളെ? നമുക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടോ ദൈവമക്കളെ? എത്രയോ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവിൻ്റെ കൃപ നമ്മെ തേടി വന്ന് നമുക്ക് സൗജന്യമായ മാനസാന്തരവും സൗജന്യമായ നീതീകരണവും ലഭിച്ചിരിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് എളിമപ്പെടണം. നാം ഒരിക്കലും ഉയരരുത്, നാം ഒരിക്കലും പുകഴണ്ട. എന്തുകൊണ്ടാണ് അവർക്ക് ലഭിക്കാത്തത് എനിക്ക് ലഭിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3:17 വായിക്കാം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്നുവെന്ന് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തില്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തിയെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ അത് നമുക്ക് കാണാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. എന്നാൽ ആ വ്യക്തിക്ക് അത് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നതും മാനസാന്തരം ലഭിച്ചതും
എല്ലാം വിശ്വാസം മൂലമാണ്. ഇവിടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതെന്ന് റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെടുവാനുള്ള മുഖാന്തരം അത് മാത്രമാണ്. ദൈവത്തിന്റെ സ്തോത്രം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് നാം ഏറ്റുപറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് രക്ഷയ്ക്കുള്ള വഴി. രക്ഷിക്കപ്പെടുവാനുള്ള വഴി അതാണ്. ദൈവത്തിന്റെ സ്തോത്രം. 10:17 വായിക്കാം. ആകയാൽ വിശ്വാസം കേൾവിയാലും ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. ദൈവമക്കളെ, ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം വരുന്നത്. ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. ഇവിടെ വചനം കേൾക്കാതെ നമുക്ക് എങ്ങനെ മാനസാന്തരം വരും? വചനം കേൾക്കാതെ നമുക്ക് എങ്ങനെ പാപബോധം വരും? വചനം കേൾക്കാതെ നമുക്ക് എങ്ങനെ അനുതാപം വരും? പ്രിയപ്പെട്ടവരെ, കേൾവി വേണം. വചനം കേൾക്കണം, തിരുവചനം കേൾക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വചന കേൾവിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വായിക്കാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇവിടെ അവിടെ റോമാലേഖനം 3-ാം അധ്യായത്തില് സൗജന്യമായ രക്ഷയെക്കുറിച്ചും സൗജന്യമായ നീതീകരണത്തെക്കുറിച്ചും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു എന്ന്. എന്നാൽ അതിൽ അപ്പോസ്തലൻ പിന്നീട് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തി. ഇവിടെ എന്തിലാണ് വിശ്വസിക്കേണ്ടത്? യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ് കാൽവറി ക്രൂശില്. പ്രിയപ്പെട്ടവരെ, ആ കുരിശുമരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് അസൗജന്യമായ നീതീകരണം ലഭിക്കുകയാണ്. അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. ഇവങ്ങളെ പാപമുണ്ടെന്ന് അനേകർക്കറിയാം. പാപത്തിന് എവിടെയെങ്കിലും ഒരു പരിഹാരം വരുത്തണമെന്ന് അനേകർക്കും അറിയാം. എന്നാൽ ശരിയായ മാർഗമെന്ന് അനേകരും അവലംബിക്കുന്നില്ല. ശരിയായ മാർഗമെന്ന് അനേകർക്ക് മറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപമെല്ലാം ഇറക്കി വെക്കാൻ ഒരേ ഒരിടമേ ഉള്ളൂ. അത് കാൽവറിയിലെ കുരിശാണ്. അതിൻ്റെ യേശുവിൻ്റെ ആണിപ്പാടുള്ള പാദപീഠമാണ്. അവിടെ ഇറക്കി വെക്കണം നമ്മുടെ കുറവുകളെല്ലാം. അവിടെ ഇറക്കി വെക്കണം നമ്മുടെ പാപങ്ങളെല്ലാം, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പോരായ്മകൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ തിന്മകൾ, അതെല്ലാം ഇറക്കി വെക്കാൻ ഹരിമനാഥൻ്റെ കാൽപാദമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ ഇന്ന സമയം വേണമെന്നോ ഇന്ന ദിവസം വേണമെന്നോ ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നിയല്ല. കർത്താവേ, നിന്റെ തൃപ്പാദത്തിൽ ഈ നിസ്സാരനായ ഞാൻ മുട്ടുമടക്കിയിരിക്കുന്നു. എൻ്റെ കർത്താവേ, നിന്റെ തിരുമുഖത്തേക്ക് ഞാൻ നോക്കുന്നു. എന്നോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെന്ന് വിളിച്ചപേക്ഷിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ എന്തെല്ലാം കുറവുണ്ടെന്ന് പറയുമ്പോഴും, അപ്പാ ഞാൻ വീണുപോയി എന്ന് പറയുമ്പോഴും, ഞാൻ തിന്മാറിപ്പോയി എന്ന് പറയുമ്പോഴും, ഞാൻ പാപത്തിൽ അകപ്പെട്ടു പോയി എന്ന് പറയുമ്പോഴും, നമ്മെ ചേർത്ത് പിടിക്കുന്ന, നമ്മെ തള്ളിക്കളയാത്ത, നീ പിന്നെയും വീണുപോയോ എന്ന് ചോദിക്കാത്ത, നിന്നെ ഞാൻ എത്ര തവണ യഥാസ്ഥാനപ്പെടുത്തി എന്ന് ചോദിക്കാത്ത കാൽവറിയിലെ സ്നേഹം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വീണാലും നമ്മെ എഴുന്നേൽപ്പിക്കുന്നവൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ചതഞ്ഞോട ഒടിച്ചു കളയാത്ത എൻ്റെ യേശു, പുകയുന്ന തിരിക്കെടുത്തി കളയാത്ത എൻ്റെ യേശുവിൻ്റെ സ്നേഹം. ദൈവത്തിലെ, നീ കുനിഞ്ഞിരിക്കേണ്ട കേട്ടോ, നീ നിരാശപ്പെട്ടിരിക്കേണ്ട കേട്ടോ, നീ പാപത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടിരിക്കേണ്ട കേട്ടോ. പാപത്തിന്റെ പരിഹാരമെല്ലാം എൻ്റെ യേശു കാൽവറിയിൽ വരുത്തിയിട്ടുണ്ട് സഹോദര. നീ ആ കുരിശിലേക്ക് നോക്കിയാൽ മതി. രക്ഷ അവിടെ നിന്ന് ഒഴുകി വരും മകനെ. നിന്റെ കുറവുകളെല്ലാം തിരുരക്തം കൊണ്ട് കഴുകും മകനെ. നിന്റെ ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഒരിക്കൽ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-6 വായിക്കാം. അപ്പോസ്തലന്മാർ കർത്താവിനോട്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട്
വേരോടെ പറിഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, അവര് പ്രതീക്ഷിച്ചതൊന്നുമല്ല കിട്ടിയത്. അവര് ചിന്തിച്ചത് കർത്താവ് അവരുടെ വിശ്വാസം ഇപ്പൊ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന. കർത്താവ് എന്നാൽ അവരുടെ വിശ്വാസമൊന്നും വർദ്ധിപ്പിച്ചു കൊടുക്കുകയല്ല. കർത്താവ് പിന്നെയും പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിറഞ്ഞൊരു വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പോയി കടലിൽ നട്ടുപോയെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ദൈവമക്കളെ, ഈ വിശ്വാസം ആരെങ്കിലും എടുത്തു തരുന്നതല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മാനസാന്തരവും ആത്മാവിന്റെ വീണ്ടെടുപ്പും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും പ്രിയപ്പെട്ടവരെ, അതൊന്നും ഈ ഭൂമിയിൽ ആർക്കും ഒരു മനുഷ്യന് എടുത്തു കൊടുക്കാൻ കഴിയുന്നതല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്ത് കഴിയും? അതെല്ലാം ലഭിക്കുന്ന ആ ക്രിസ്തുവാകുന്ന ആ കുരിശിലേക്ക് വിരൽ ചൂണ്ടാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് എന്നാൽ ഇതൊന്നും ആർക്കും എടുത്തു കൊടുക്കാവുന്നതല്ല. കർത്താവിനോട് അവർ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമെന്ന്. ദൈവമക്കളെ, എന്നാൽ കർത്താവ് വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്നോ നിങ്ങൾക്ക് വിശ്വാസം കുറവാണെന്നോ ഒന്നുമല്ല പറഞ്ഞത്. നിങ്ങൾക്ക് നിറഞ്ഞ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എന്തു പറഞ്ഞാലും അത് നടക്കുമെന്ന കർത്താവ് പറഞ്ഞു. തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തില് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അവസാന സമയത്ത് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന്. ദൈവമക്കളെ, വിശ്വാസം കാത്തു എന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? നമുക്കൊരിക്കലൊരു വിശ്വാസം കിട്ടിയെങ്കിൽ, നമുക്കൊരിക്കലൊരു രക്ഷയുടെ അനുഭവം കിട്ടിയെങ്കിൽ, ഒരു മാനസാന്തരത്തിന്റെ അനുഭവം കിട്ടിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതൊരു നിധി പോലെ നാം കാക്കണം. വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. എൻ്റെ ദൈവത്തിൻ്റെ ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, ഈ വിശ്വാസം കുറഞ്ഞു പോകാവുന്നതാണ്, അത് ചോർന്നു പോകാവുന്നതാണ്. ദൈവമക്കളെ, മാനസാന്തരം കുറഞ്ഞു പോകാവുന്നതാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഈ മാനസാന്തരം നാം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. മാനസാന്തരത്തിൽ ജീവിക്കണം പ്രിയപ്പെട്ടവരെ, മാനസാന്തരത്തിൽ മരിക്കണം. ഒരിക്കലും നാം പുറകോട്ട് പോകരുത്. ഈ ആത്മീയ ജീവിതത്തിൽ വലിയൊരു ഭവിഷ്യത്താണ്. അനേകർ പിന്മാറിപ്പോകുന്നു, അനേകരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോകുന്നു, അനേകർ ലോകത്തിലേക്ക് പോകുന്നു. ദൈവമക്കളെ, ഈ ലോകം ഇന്ന് ദൈവവിശ്വാസിയെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചെന്ന് വിശ്വാസികളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലെ മായാക്കാഴ്ചകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം വീണു പോകരുത് കേട്ടോ. നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകരുത് കേട്ടോ. നമ്മുടെ മാനസാന്തരം കുറഞ്ഞു പോകരുത് കേട്ടോ. മാനസാന്തരം ഒരിക്കലും കുറയരുത് സഹോദര. പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കാറുണ്ടോ? എനിക്ക് കിട്ടിയ മാനസാന്തരം ഇന്നുണ്ടോ? മാനസാന്തരത്തിന്റെ അനുഭവം എനിക്കുണ്ടോ? മാനസാന്തരത്തിന്റെ ആത്മാവനിൽ വസിക്കുന്നുണ്ടോ? എങ്ങനെ അറിയാൻ പറ്റേ? നിങ്ങൾക്ക് പാപബോധമുണ്ടോ എന്ന്. എൻ്റെ സഹോദര, നിനക്ക് കുറ്റബോധമുണ്ടോ എന്ന്. ഒന്ന് കോപിക്കുമ്പോൾ, ഒരരുതാക്ക വാക്ക് പറയുമ്പോൾ, ഭാര്യയോടൊരു ഇഷ്ടക്കുറവ് പറയുമ്പോൾ, കൂട്ടായ്മയിലൊരു അകൽച്ച ഉള്ളിൽ വരുമ്പോൾ, നിന്റെ ഉള്ളില് പരിശുദ്ധാത്മാവ് നിനക്ക് കുറ്റബോധം തരുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, ഇന്ന് അനേകരുടെ ഹൃദയത്തിൽ കുറ്റബോധമില്ല. ഒരു കാലത്ത് പാപമായിരുന്നു ചിന്തിച്ചതൊക്കെ ഇന്ന് സാരമില്ല എന്ന് അനേകരുടെ ഹൃദയം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദാവീദ് രാജാവ് ഒരിക്കല് തക്കത്തിന് ശൗൽ രാജാവിനെ കിട്ടിയപ്പോൾ ശൗൽ രാജാവിന്റെ അങ്കിയുടെ അഗ്രം ഒരു അല്പം മുറിച്ചെടുത്ത്, എന്തിനാ? ഞാൻ നിന്റെ അടുത്ത് വന്നു, നിന്നെ കൊല്ലാൻ തക്കമായിട്ട് എനിക്ക് കിട്ടിയതാണെന്ന് അറിയിക്കാൻ. ദൈവമക്കളെ, എന്നാൽ തിരുവചനം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, പിന്നത്തെ ഇതിൽ ദാവീദിന്റെ മനസാക്ഷി ദാവീദിനെ കുത്തി തുടങ്ങിയെന്ന്. ദാവീദിനെ കുത്തി തുടങ്ങിയെന്ന്. ദൈവമക്കളെ, എന്താ? അഭിഷിക്തന്റെ വസ്ത്രത്തിന്റെ അഗ്രം ഞാൻ മുറിച്ചല്ലോ എന്നുള്ള. ദൈവമക്കളെ, ഇന്ന് മനസ്സിലാക്കണം. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ, ദൈവമക്കളെ കൊട്ടാരത്തിലിരുന്നപ്പോൾ, സുഖലോലുപതയുടെ മടിത്തട്ടിലെത്തിയപ്പോൾ, ഊരിയാവിന്റെ ഭാര്യയോടുകൂടെ അവിഹിതമായ ബന്ധത്തിൽ ജീവിച്ചപ്പോൾ, ദൈവമക്കളെ ഊരിയാവിനെ കൊലയ്ക്ക് കൊടുത്തപ്പോൾ ദാവീദിന് കുറ്റബോധമില്ലാതെ പോയി. നിങ്ങൾക്ക് മനസ്സിലായോ ദൈവമക്കളെ? നമ്മുടെ ഹൃദയം തഴമ്പിച്ചു പോയാൽ നമുക്ക് കുറ്റബോധം നഷ്ടപ്പെട്ടു പോകും കേട്ടോ. കുറ്റബോധം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് യഥാസ്ഥാനപ്പെടാൻ കഴിയുകയില്ല ദൈവമക്കളെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കുറവ് നമുക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് മകനെ ഇന്ന തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ, അല്ല ദൈവസാന്നിധ്യം കുറഞ്ഞു പോകുമ്പോൾ, ദൈവമക്കളെ നാം അത് തിരിച്ചറിഞ്ഞ് നാം കൂടെ കൂടെ അപ്പോഴപ്പോൾ യഥാസ്ഥാനത്ത് വിട്ടുപോയില്ലെങ്കിൽ നമ്മുടെ ഹൃദയം തഴമ്പിച്ചു പോകും, നാം പുറകോട്ട് മാറിപ്പോകും. ദൈവമക്കളെ, നമ്മുടെ മാനസാന്തരം കുറഞ്ഞു പോകും. എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണമെന്ന്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ഒട്ടും കുറഞ്ഞു പോകരുത്. ദൈവമക്കളെ, തിരുവചനത്തിൽ നാം പഠിച്ചിട്ടുണ്ട് വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിനെ കുറിച്ച്. ദൈവത്തിന് സ്തോത്രം.
ഒരു സുപ്രഭാതത്തിൽ നിത്യനായ ദൈവം പ്രിയപ്പെട്ട വിഗ്രഹാരാധിയായിരുന്ന അബ്രാഹാമിനെ വിളിച്ച് അബ്രാഹാമിനോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃദേശത്തെയും നീ ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നില്ല. ആ യാത്രയിൽ അബ്രാഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രാഹാമിന് ദൈവം അനേക വാഗ്ദത്തങ്ങൾ കൊടുത്താണ് വിളിച്ചത്. മക്കളില്ലാതിരുന്ന അബ്രാഹാമിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ സന്തതിയെ തരാമെന്ന്, നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്, നിന്റെ പേര് വലുതാക്കും. ദൈവമക്കളെ, അനേക വാഗ്ദത്തങ്ങൾ കൊടുത്ത് ദൈവത്തെ പിൻപറ്റുവാൻ അബ്രാഹാമിനെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്നാൽ നാളുകൾ കഴിയുമ്പോൾ നാം മനസ്സിലാക്കുന്നുണ്ട്, അബ്രാഹാം ആശയോടെ കാത്തിരുന്നത് എന്താ? ഈ ലോകത്തിലൊരു കാര്യമായിരുന്നു അബ്രാഹാമിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. എന്താ? എനിക്കൊരു മകനെ തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെ, എനിക്കൊരു മകനെ കിട്ടണം. അതിപ്പോൾ കിട്ടുമെന്നാണ് ദൈവത്തെ അബ്രാഹാം കന്ദിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അത് നീണ്ടു പോവുകയാണ്. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അബ്രാഹാമിന്റെ മുമ്പിൽ ഒരു പരീക്ഷ വന്നു, ഒരു പരിശോധന വന്നു. അത് സ്വന്തം ഭാര്യയിലൂടെ വന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അത് ആ സാറായി പറഞ്ഞു, എന്നിലൂടെ തന്നെ നിനക്ക് മക്കളെ തരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ ദാസിയായ ഹാഗാറിന്റെ അടുക്കൽ നീ ചെന്നാൽ അവൾ ഒരുപക്ഷെ നിനക്ക് മക്കളെ പ്രസവിക്കും. ദൈവമക്കളെ, ആ ഒന്നാമത്തെ പരീക്ഷയിൽ അബ്രാഹാം വീണുപോയി. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ഹാഗാറിൽ ഒരു മകൻ ജനിച്ചു. അബ്രാഹാം ചിന്തിച്ചത്, ഇവനായാലും മതി. ഞാൻ ആ ഭാഗമൊന്നും വായിക്കുന്നില്ല. അങ്ങനെ അബ്രാഹാം പറഞ്ഞിട്ടുണ്ട്, ഈ ഇസ്മായേൽ നിന്റെ ഉമാവ് ജീവിച്ചിരുന്നാ മതി എന്ന്. ദൈവം പറഞ്ഞു, അല്ല, ഇസ്മായേലല്ല, ഹാഗാറിൽ നിന്നുള്ളവനല്ല, സാറായിൽ നിന്ന് തന്നെ നിനക്ക് വാഗ്ദത്ത സന്തതി ലഭിക്കുമെന്ന്. ദൈവമക്കളെ, ഈ 25 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു അബ്രാഹാമിന്. 25 കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ ദൈവം പറഞ്ഞ ആ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ അബ്രാഹാമിന് കൊടുത്തു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ എന്തെങ്കിലും വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുന്നവരാണോ? നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് എന്തെങ്കിലും മറുപടി കിട്ടാതെ നാം വേവലാതി കൊണ്ടിരിക്കുന്നവരാണോ? ദൈവമക്കളെ, വൈകിപ്പോയാലും എൻ്റെ കർത്താവ് മറന്നു പോകുന്നവനല്ല കേട്ടോ. ചിലപ്പോൾ അത് ലഭിച്ചു എന്ന് വരികയല്ലേ. ദൈവമക്കളെ, നമുക്ക് ആവശ്യമുള്ളതേ കർത്താവ് തരികയുള്ളൂ. നാം മടിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ദൈവം ഇതിന് ആവശ്യമുള്ളതേ കർത്താവ് തരും. കാരണം നാം ചോദിക്കുന്നതൊക്കെ കിട്ടിയാൽ നാം നഷ്ടപ്പെട്ടു പോകും. ദൈവമക്കളെ, അബ്രാഹാമിന് ഒന്നാമത്തെ പരീക്ഷയിൽ അബ്രാഹാമിന് വീഴ്ച പറ്റി. അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ കഠിനമേറിയ ഒരു പരീക്ഷയാണ് വരുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലനായ യാക്കോബ് പറയും, 1:12 പറയും, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന്. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നവനല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അബ്രാഹാമിൻ്റെ മുമ്പിൽ വലിയൊരു പരീക്ഷയാണ് ദൈവം വെച്ചത്. അന്നുവരെ ഒരു മനുഷ്യനും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വലിയൊരു പരീക്ഷ. 22-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. എന്ത് വലിയ പരീക്ഷയാണ്, പരിശോധനയാണ് അബ്രഹാമിന്റെ മുമ്പിലേക്ക് വന്നത്. 25 കൊല്ലം കാത്തിരുന്ന് കിട്ടിയ ഓമന മകനായ ഇസ്ഹാക്കിനെ മോറിയാ മലയിലേക്ക് കൊണ്ടുചെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് അവനെ ഹോമയാഗം കഴിക്കണം. ദൈവമക്കളെ, പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരു മനുഷ്യനും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഹോമയാഗം കഴിച്ചവരാരും ജീവിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അബ്രഹാം കൂട്ടിയും കിഴിച്ചും എല്ലാം നോക്കി കാണും. എൻ്റെ ദൈവമാണ് പറഞ്ഞതിന് അബ്രഹാമിന് ഒരു സംശയവും ഉണ്ടായില്ല. ദൈവമക്കളെ, അബ്രഹാമിൻ്റെ മുമ്പിൽ വലിയൊരു പരീക്ഷ വെച്ചു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ മോറിയാമലയിൽ ഞാൻ കൽപ്പിക്കുന്ന സ്ഥലത്ത് നീ എനിക്ക് ഹോമയാഗം കഴിക്കണമെന്ന്. ദൈവമക്കളെ, മനുഷ്യനതൊക്കെ വർണ്ണിക്കാം, പറയാം. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും? പ്രിയപ്പെട്ടവരെ, അബ്രഹാം ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരു പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ വിറകും തീയും കത്തിയും ഇസ്ഹാക്കിനെയും കൂട്ടി അബ്രഹാം ദാസന്മാരെയും കൂട്ടി യാത്ര പുറപ്പെട്ടു. എന്നാൽ ആ മോറിയാ മലയുടെ താഴെ ചെല്ലുമ്പോൾ അബ്രഹാം പറഞ്ഞു, നിങ്ങളിവിടെ വിശ്രമിക്ക്,
ഞാനും ബാലനും കൂടെ പോയി യാഗം കഴിച്ച് മടങ്ങി വരാമെന്ന്. ദൈവമക്കളെ, ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. ഇസ്ഹാക്ക് ഒരു ചെറിയ കുട്ടിയൊന്നുമല്ല. അവന് പ്രിയപ്പെട്ടവർ തൻ്റെ ഇടവും കരുത്തുമൊക്കെ ആയിട്ടുണ്ട്. ആ യാഗപീഠത്തിൽ വെക്കുവാനുള്ള വിറക് തൊട്ട് ഇസ്ഹാക്കിൻ്റെ ചുമലില വെച്ചു കൊടുത്തത്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, അബ്രഹാമിൻ്റെ ഹൃദയത്തിലെ ആ പോരാട്ടം മാത്രമല്ല, പിന്നെയോ ആ ഏകജാതനായ ഇസ്ഹാക്ക് അപ്പൻ്റെ ഇഷ്ടത്തിന് കൈകാലുകൾ ബന്ധിക്കുവാൻ, ആ യാഗപീഠത്തിൽ കിടക്കുവാൻ ഇസ്ഹാക്ക് തന്നെ വിട്ടുകൊടുത്തു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ആ യാഗപീഠത്തിൽ പ്രിയപ്പെട്ടവരെ ഇസ്ഹാക്കിനെ കിടത്തി അബ്രഹാം തൻ്റെ വാള് ഉയരത്തിലേക്ക് ഉയർത്തിയപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു വിളിയുണ്ടായി. സ്വർഗത്തിൽ നിന്നൊരു വിളിയുണ്ടായി, അബ്രഹാമേ അബ്രഹാമേ, വാളൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തെ അനുസരിക്കാൻ അബ്രഹാം തയ്യാറായപ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം അബ്രഹാമിനെ മറന്നില്ല. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ ദൈവം വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ദൈവമക്കളെ, അബ്രഹാം വിശ്വാസികളുടെ പിതാവായത് വെറുതെയല്ല. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അബ്രഹാം ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അബ്രഹാം വിശ്വാസത്തിലും മരിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പരീക്ഷ വന്നാലും കൈവിടാത്തൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകം ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം, ദൈവം ഇതിലാണെന്ന് പറഞ്ഞ് നടക്കുന്ന നിനക്കിങ്ങനെ വന്നല്ലോ, നിന്റെ ഭവനത്തിൽ എന്താ ഇങ്ങനെ കഷ്ടതകൾ ഏറിയേറി വരുന്നത്, നിനക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രതിസന്ധികൾ വരുന്നത്? ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് ചോദിക്കാറുണ്ട്, ദൈവമക്കളെ, ചിലരുടെ എല്ലാം ജീവിതത്തിലെ ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ കഴിയാത്ത, മനുഷ്യബുദ്ധിക്ക് ആലോചിച്ചാൽ ഒരു എത്തും പിടിയില്ലാത്ത പ്രതികൂലങ്ങളും രോഗങ്ങളും, ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ കഴിയാത്ത അവസ്ഥകളും ദൈവമക്കളെ നമുക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? ഒന്നു മാറി മാറാ രോഗങ്ങൾ, കടം കുമിഞ്ഞുകൂടി വരുന്നു, മക്കൾ വഴിതെറ്റി പോകുന്നു, ഭർത്താവ് മദ്യപാനത്തിലേക്ക് പോകുന്നു, കുടുംബം സ്വസ്ഥതയില്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ളൊരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും സഹോദര, നീ ഓർത്തുകൊള്ളുക, നിന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്, നിന്നെ മറക്കാത്തൊരു യേശുവുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. മകനെ, നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ഒരു ദിവസം നിന്നെ അവൻ വ്യക്തിപരമായി പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. അബ്രഹാമേ അബ്രഹാമേ എന്ന്, മോശേ മോശേ എന്ന് വിളിച്ച അജീവനുള്ള ദൈവത്തിൻ്റെ സ്വരം, മകനെ, നിന്റെ പിന്നാലെ വരുന്നൊരു ദിവസമുണ്ട്. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ രോഗങ്ങളും വേദനകളും നിരാശയുടെ വിഷയങ്ങളും എല്ലാം കുരിശിൻ്റെ വീട്ടിൽ ഇറക്കി വെച്ച് നമുക്ക് വിശ്വാസത്തിൽ മുന്നേറാം. നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാം. യേശുക്രിസ്തുവിന്റെ സത്യസാക്ഷികളായി തലമുറയുടെ നടുവിൽ നമുക്ക് നിൽക്കാം. ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട്. ദൈവം